നമ്മളിന്ന് കൊളപ്പുള്ളിയിൽ നമ്മുടെ ഒരു ക്ലയൻറ്റിൻ്റെ ഒരു വീട് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് കാണാനായിട്ട് പോവാണ്. വീട് സെയിൽ ചെയ്യണതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, പാലക്കാടാണ് അവർ ജോലി ചെയ്യണത്. അപ്പോൾ അവിടേക്ക് പോയി വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ ഒരു സ്ഥലമുണ്ട് അവർക്ക്, അവിടെ വീട് പണിയാനായിട്ടാണ്. അപ്പോൾ ഇതാണ് കൊളപ്പുള്ളി ജംഗ്ഷൻ. തൃശ്ശൂർ ഡയറക്ഷനിൽ നിന്ന് വരുമ്പോൾ ലെഫ്റ്റിലേക്ക് തിരിയുക, പട്ടാമ്പിക്ക് തിരിയുക. പട്ടാമ്പി ഡയറക്ഷനിൽ പോകുമ്പോൾ ഏകദേശം ഒരു 1.5 കിലോമീറ്റർ കഴിയുമ്പോൾ റൈറ്റ് സൈഡിലൊരു ആയുർവേദ കോളേജ് കാണാം. അതാണ് നമ്മുടെ ലാൻഡ്മാർക്കായിട്ട് വരുന്നത്. കോളേജിൻ്റെ പേര് വിഷ്ണു ആയുർവേദ കോളേജ്. ഇവിടുന്ന് 1 കിലോമീറ്റർ, അതായത് ഈ ഹൈവേന്ന് 1 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീട് സെയിലായി കഴിഞ്ഞാൽ അവിടുത്തെ വീടിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും അവർ. നമ്മുടെ വീട്ടിലേക്ക് പോണ വഴിയാണ്. അടുത്തൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് പോലത്തെ ഒരു ചെറിയൊരു കടയൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വീട് വരുന്നത്. വീടിൻ്റെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് വ്യൂവിൽ തന്നെ നമുക്ക് ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നുന്നത് 2 കാര്യങ്ങളാണ്. ഒന്ന്, അതിൻ്റെ മതിൽ പഴയ വീടിൻ്റെയൊക്കെ പോലെ കരിങ്കല്ല് അടിച്ചെടുത്ത് പണിത്. ഇപ്പോഴൊക്കെ ഇതേപോലെ പണിയിപ്പിക്കാൻ നിന്നാൽ നല്ല കോസ്റ്റ്ലി ആവും. പിന്നെ 2 ഗേറ്റ് ഉണ്ട്. നമുക്ക് കാർ എടുക്കുന്ന സമയത്ത് മാത്രം ഒരു ഗേറ്റ്, വലിയ ഗേറ്റ് ഓപ്പൺ ചെയ്താൽ മതി. അതുകൂടാണ്ട് ചെറിയൊരു വിക്കറ്റ് ഗേറ്റ് ഉണ്ട്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ 2 സൈഡ് റോഡുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഈ വീടിൻ്റെ പുറകിൽ ഒരു 3-4 സെൻറ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഈ വഴിയിൽ നിന്ന് ഗേറ്റ് വെച്ചിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പ്ലസ് പോയിൻ്റ് സ്ഥലത്തിനുണ്ട്. കാസ്റ്റ് ചെയ്യേണ്ട ഗേറ്റാണ്. മുറ്റത്ത് മുഴുവൻ പേവിൻ ടൈൽ വിരിച്ചിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഇതിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേക്കിൻ്റെ ഒരു ഡോറ് ശ്രദ്ധിച്ചാൽ കാണാം. അത് കരിവാന്മാരെ കൊണ്ട് ലോക്ക് ഉണ്ടാക്കിച്ചിട്ടുള്ള ലോക്ക്. അതൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ പൂജാമുറി എല്ലാം തേക്കിൻ്റെ ഡോർ തന്നെയാണ്. പൂജാമുറി നല്ല രീതിയിൽ ചെയ്തൊരു പൂജാ റൂം കാണാം. ലോക്കായി കാരണം തുറക്കാൻ പറ്റുന്നില്ല അത്. പിന്നെ ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും തമ്മിൽ സെപ്പറേറ്റ് ചെയ്തിട്ടില്ല. ഏകദേശം ഒരു 22 അടി നീളവും 12 അടി വീതിയുള്ള ഡൈനിങ്ങും ലിവിങ്ങും കൂടിയിട്ടുള്ളൊരു ഏരിയ. വാഷ് ബേസിൻ സെപ്പറേറ്റ് ചെയ്ത് മാറി നിൽക്കണ കാരണം നമുക്ക് കൈ കഴുകുമ്പോഴൊന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. ഭക്ഷണം കഴിക്കണോടത്ത് ഇത്തിരി നീങ്ങിയിട്ടല്ല നിൽക്കുന്നത്. ഇത് മാസ്റ്റർ ബെഡ്റൂമാണ്. ഇതിന് ഒരു പ്രത്യേകത, ഈ മാസ്റ്റർ ബെഡ്റൂമിന് മാത്രമാണ് അറ്റാച്ച്ഡ് ഉള്ളൂ. പിന്നെ എല്ലാ ബെഡ്റൂമിലും തേക്ക് കൊണ്ട് ചെയ്തിട്ടുള്ള വാൾഡ്രോബുകളുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എല്ലാ വീടിൻ്റെ മൊത്തം ഏരിയയുടെ സീലിങ്ങിൽ ഫ്ലാറ്റ് ടൈൽ വെച്ചിട്ടാണ് കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് ചൂട് വളരെ കുറവാണ്. നമുക്ക് ഹാളിൽ നിന്ന് അടുക്കള കാണാനായിട്ട് പോവാം. അടുക്കളയിലെ കബോർഡ്സൊക്കെ വുഡ് കൊണ്ട് തന്നെ ചെയ്തിട്ടുള്ളത്. നല്ലൊരു സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അത്യാവശ്യം സാധനങ്ങളെല്ലാം 3-4 ചാക്കായിട്ടൊക്കെ സേവ് ചെയ്യാനായിട്ടുള്ള സ്ഥലമുണ്ട്. അടുക്കളയിൽ നിന്ന് നമുക്ക് പാത്രം കഴുകുന്നവിടെ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഇവിടെ നിന്ന് വർക്ക് ഏരിയയിലേക്ക് കിടക്കണം. വർക്ക് ഏരിയയിൽ ഈ കാരണത്ത് നമുക്ക് പുകയില്ലാത്ത അടുപ്പ് വേണമെങ്കിൽ അവിടെ സെറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് അവിടെ ഉണ്ട്, വിറക് കത്തിക്കണം എന്നുള്ളവർക്ക്. ഇവിടെ ഒരു വാഷ് ബേസിൻ ഉണ്ട്. കോമൺ ബാത്റൂം ഇന്ത്യൻ ക്ലോസറ്റാണ് വെച്ചിട്ടുള്ളത്. ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ എന്താ പറയുക, അടുക്കളയിൽ നിന്ന് ഇറങ്ങണ മിറ്റം. ഇവിടെയൊക്കെ വേണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു 4 സെൻറ്റ് സ്ഥലം മുറിച്ച് കൊടുക്കണമെങ്കിൽ അതിനുള്ള സ്പേസും ഉണ്ട്. അതല്ല നല്ലൊരു അടുക്കള തോട്ടമൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള നല്ലൊരു ഏരിയ ഉണ്ട്. മുകളിലും കബോർഡ്സ് ഉണ്ട് കേട്ടോ. ഇതിൽ നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇതൊക്കെ ഭാരതപ്പുഴ മണലും ഇഷ്ടിയും വെച്ച് പണിതിട്ടുള്ളത്. അത് തന്നെ ഒരു ക്രാക്ക് പോലും ഇതുവരെ വന്നിട്ടില്ല വീടിന്. ഇവിടെയൊക്കെ പുഴമണൽ പിന്നെ ധാരാളം കിട്ടണ ഒരു ഏരിയ കാരണം. ഇത് 2ാമത്തെ ബെഡ്റൂമാണ്. 2ാമത്തെ ബെഡ്റൂമിൽ കബോർഡ് ഉണ്ട്, ബുക്സ് വയ്ക്കാനുള്ള സ്ഥലമുണ്ട്, കുട്ടികളുടെ അടിയിൽ ഡ്രസ്സ് വയ്ക്കുന്ന സ്ഥലമുണ്ട്. ഇവിടുന്ന് ഇത് 3ാമത്തെ ബെഡ്റൂം. ഇതിനും കബോർഡുകളുണ്ട്. മുകളിൽ സീലിംഗ് നോക്കിയാൽ കാണാം, ക്ലേ ടൈലാണ് ഇട്ടിട്ടുള്ളത്.
ക്ലേ ടൈലല്ല, ക്ലേ ടൈല് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യും. അതന്ന് ചൂടിന് റെസിസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ല. ഉള്ളിൽ കൂടെ കോണിയുണ്ട്. ഇനി നമുക്ക് മുകളിൽ വേണമെങ്കിൽ വേറെ റൂമോ എന്തെങ്കിലും എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാനായിട്ടും, അതേപോലെ അവിടേക്കുള്ള ഡോറൊക്കെ നല്ല രീതിയിൽ സേഫ്റ്റിയിലാണ് ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഡ്രസ്സിൻ്റെ വർക്കാണ്. ഈ ചാനലൊക്കെ കണ്ടോ നിങ്ങൾ? സാധാരണ വീടിന് ഡ്രസ് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഹെവി ബീമൊന്നും ആരും കൊടുക്കില്ല. ഇതിൻ്റെ കാലൊക്കെ സാധാരണ നമ്മൾ പൈപ്പിലാണ് കാണാറ്. ഇത് ഗേജ് കൂടിയിട്ടുള്ള സ്ക്വയർ ട്യൂബ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ എത്ര വലിയ കാറ്റ് വന്നാലും ഒരനക്കം ഇതിന് വരില്ല. അതിൻ്റെ കാലൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീടിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള, ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. പിന്നെ ദർശനം പറഞ്ഞില്ലല്ലോ. വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് പടിഞ്ഞാട്ടാണ് ഇതിൻ്റെ ദർശനം വരുന്നത്. മുകളിൽ നിന്ന് ചുറ്റുപാട് നോക്കുമ്പോൾ ചുറ്റും എല്ലാം നല്ല വീടുകളും നല്ലൊരു ഏരിയയാണ്. വീടിൻ്റെ ബാക്ക് വശം. ഇതിൽ പ്രത്യേകത എന്ന് വെച്ചാൽ മഴവെള്ളം ഫിൽറ്റർ ചെയ്യാനുള്ള ഫിൽറ്ററാണിത്. ഇത് ഫിൽറ്റർ ചെയ്തിട്ട് കിണറിൻ്റെ സൈഡിൽ പോയിട്ട് ചാർജ് ചെയ്യും. ഇതിൽ ചാർക്കോളും മെറ്റലും ഇതൊക്കെ ഇട്ടിട്ട് ഫിൽറ്റർ ചെയ്യും. എടുത്തു പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് പുതിയ വാട്ടർ ടാങ്കാണ്. 3mm വൈറ്റ് ഫുഡ് ഗ്രേഡ് ഉള്ള വൈറ്റ് കളറ് ടാങ്ക് മാറ്റിയിട്ട് പുതിയതാണ്. പിന്നെ ഇതിൽ നമുക്ക് ഇനി വീടിൻ്റെ ചുറ്റും ഒന്ന് നടന്നിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്കിതിൽ നോക്കി കഴിഞ്ഞാൽ അറിയാം, മുരിങ്ങയുണ്ട്, കൊപ്പയുണ്ട്, വേപ്പുണ്ട്, ചേമ്പുണ്ട്, എല്ലാം നല്ല രീതിയിൽ വളരുന്നുണ്ട്. അതായത് അത്യാവശ്യം ഫലഭൂയിഷ്ടമായിട്ടുള്ളൊരു മണ്ണാണത്. പിന്നെ എടുത്തു പറയാനുള്ളത്, പുറത്ത് അലക്കുകല്ല് ഒരെണ്ണം ഇരിക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ അലക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്കൊക്കെ അലക്കാൻ പറ്റും. പിന്നെ 8-9 തെങ്ങുണ്ട്. വീട്ടിലത്തെ ആവശ്യം കഴിഞ്ഞ് കൊപ്രാട്ടി വെളിച്ചെണ്ണ എടുത്ത് അത് കഴിഞ്ഞിട്ട് പുറത്തേക്ക് കൊടുക്കാനുള്ള നാളികേരം കിട്ടും. ഇതാണ് ആ വറ്റാത്ത കിണറെന്ന് പറയുന്നത്. ഈ സ്ഥലം മേടിക്കുമ്പോൾ ഈ കിണറുണ്ടായിരുന്നു. കിണർ കണ്ടിട്ടാണ് ഈ സ്ഥലം മേടിച്ചത്. പിന്നെ ഈ സൈഡിൽ ഇതിനോട് ചേർന്ന് റോഡ് പോകണ കാരണം നമുക്ക് ഇനി എന്തെങ്കിലും കാലത്ത് എന്തെങ്കിലും കടമുറിയോ അങ്ങനെ എന്തെങ്കിലും പണിയുള്ളൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ വീടിന് 35 ലക്ഷം രൂപയാണ് വില പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കണ്ട നിലയ്ക്ക് വീടിന് 10 വർഷം പഴക്കമുണ്ട്. എന്നിരുന്നാലും നല്ലൊരു പെയിൻറ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയൊരു വീടായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.